ഇഷ്ടദൈവമേ സ്വാമി ശരണമയ്യപ്പ ഞാൻ വണങ്ങും ഇഷ്ടദൈവമേ സ്വാമി ശരണമയ്യപ്പ. പഷ്ടബന്ധനായി ചിന്മുദ്ര കാട്ടി 18 പടി അമ്പലത്തിൽ പള്ളി കൊണ്ട ശബരീശ ഇഷ്ടദൈവമേ സ്വാമി ശരണമയ്യപ്പ. ദുഷ്ടരെ നിഗ്രഹിച്ചും ഇഷ്ടരെ പരിപാലിക്കാൻ ോണിയിൽ വന്നു വച്ച മണികണ്ഠനെ കട്ടം കൂടാതെയും കാത്തുരക്ഷിക്കേണമേ കാരുണ്യ ഭഗവാൻ അയ്യപ്പ സ്വാമി ശരണം സ്വാമി ശരണം സ്വാമി ഇഷ്ടദൈവമേ സ്വാമി ശരണമയ്യപ്പ ഞാൻ വണങ്ങും ഇഷ്ടദൈവമേ സ്വാമി ശരണമയ്യപ്പ. ഇഷ്ടദൈവമേ സ്വാമി ശരണമയ്യപ്പ ഞാൻ വണങ്ങും ഇഷ്ടദൈവമേ സ്വാമി ശരണമയ്യപ്പ. എന്താ മക്കളെ കഥ പറഞ്ഞു തരണോ? നിങ്ങൾ സ്കൂളിലെല്ലാം പഠിക്കുന്നതല്ലേ കുട്ടികളെ? നിങ്ങൾ സുഹൃത്തുക്കളെല്ലാം ഉണ്ടാ? എന്നാ പിന്നെ ഒരു കഥ ഞാൻ പറഞ്ഞു തരാം. മക്കളവിടെ ഇരിക്ക്. മുത്തച്ഛനൊരു സുഹൃത്തുക്കളുടെ കഥ പറഞ്ഞു തരാം. പണ്ടൊരു ഗ്രാമം ഉണ്ടായിരുന്നു. ഗ്രാമം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സ്ഥലം പോലെയുള്ളതായ ഒരു ഉൾനാട്, ഉൾദേശം. അങ്ങനെ 2 സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു അവിടെ. അവർ അടുത്ത ഗ്രാമത്തിലേക്ക് പോകാൻ, അടുത്ത സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ നടന്നു പോവുകയാണ്. അപ്പോൾ വലിയൊരു കാടുണ്ട്. ആ കാട്ടിൽ കൂടി അങ്ങനെ കടന്ന് പോകുന്നു. ആരൊക്കെയാണ് പോകുന്നതിൽ കാട്ടിൽ കൂടി? രാമനും രാജു. അവർ കാട്ടിൽ കൂടി അങ്ങനെ നടന്നു പോവുകയാണ്. കാട്ടിൽ ആരൊക്കെ ഉണ്ടാകും? കരടി. അങ്ങനെ പോവുകയായിരുന്നു. വയന്നുകൊണ്ടാണ് പോകുന്നത്. കാടപ്പുറം കിടക്കുന്ന വലിയൊരു കാടാണ്. അങ്ങ് കടന്നു പോയാലേ അടുത്ത ഗ്രാമത്തിലെത്തുള്ളൂ. ഇവിടെ ഒന്നും മനുഷ്യന്മാരാരും ഉണ്ടാവില്ല. ഇവരേ ഉള്ളൂ. അങ്ങനെ നടന്ന് പോയി കുറേ അങ്ങെത്തുമ്പോഴേക്കും വലിയൊരു ശബ്ദം കേട്ടു. എന്താ ശബ്ദം? അങ്ങനെ പോകുമ്പോൾ ഒരു വലിയൊരു കരടി കടന്ന് ചാടി വരികയാണ്. അവർ 2 പേരും ഭയന്ന് ഇതായി. അതിൽ നിന്ന് രാജു മരത്തിലേക്ക് ചാടിക്കയറി. രാമന് മരം കയറാൻ അറിയില്ല. രാമന് മരം കയറാൻ അറിയില്ല. അവർ 2 പേരും നല്ല സുഹൃത്തുക്കളാണ്. പക്ഷേ അവിടെ രാജുവിന് മരത്തിൽ കയറാൻ അറിയാം, രാമന് കയറാൻ അറിയില്ല. അപ്പൊ കരടി ഓടി വന്നപ്പോഴേക്കും രാജു മരത്തിലേക്ക് ചാടിക്കയറി. അപ്പോഴേക്കും രാമൻ താഴെ വഴന്നിരുത്തി പേടിച്ച് വറച്ചു നിന്നു. അപ്പോൾ കരടി ഓടി വരുമ്പോഴേക്കും രാമൻ മരിച്ച പോലെ മറിഞ്ഞു കെട്ടി വീണു. ചത്ത പോലെ കിടന്നു. ഇങ്ങനെ മിണ്ടാതെ ചത്ത പോലെ കിടന്നപ്പോഴേക്കും കരടി രാമന്റെ ചുറ്റിലും നോക്കി നന്നിച്ച് നോക്കി എന്ന് പറഞ്ഞാൽ മണത്ത് നോക്കി. അവൻ മരിച്ചിനോ ജീവനുണ്ടോന്ന് ആസനിച്ച് നോക്കുക എന്ന് പറയും. അങ്ങനെയും പറയും. അത് അവസാനം അവിടുന്ന് മരിച്ചു എന്ന് വിചാരിച്ച് കരടി പോയതിന് ശേഷം രാജു മരത്തിൽ നിന്നും ഇറങ്ങി വന്ന് തട്ടി വിളിച്ച് അവൻ എഴുന്നേറ്റു. രാജു തട്ടി വിളിച്ചു. അപ്പോഴേക്കും രാമൻ തട്ടി വിളിച്ചപ്പോൾ എഴുന്നേറ്റു.
രാജു ചോദിച്ചു, എന്താണ് നിന്റെ ചെവിയിൽ വന്ന് പറഞ്ഞത് കരടി എന്ന് ചോദിച്ചു. അപ്പോൾ ബുദ്ധി പ്രയോഗിച്ചല്ലോ രാമൻ പറയുന്നു, അത് പറഞ്ഞു, ആപത്തിൽ സഹായിക്കാത്ത സുഹൃത്തിനെ ഒരിക്കലും വിശ്വസിക്കരുത് എന്നാണ് അത് പറഞ്ഞത്. ആര്? കരടി പറഞ്ഞത്. ആ, അത് രാജു കേട്ടു, രാജുവോട് പറഞ്ഞു. അങ്ങനെ ആ കഥ അവിടെ അവസാനിച്ചു. ഈ കഥയിൽ നിന്നും നിങ്ങൾ എന്ത് മനസ്സിലാക്കി മക്കളെ? സുഹൃത്തുക്കളായ അവരെ രക്ഷിക്കണം. നല്ല സുഹൃത്തുക്കളായാൽ രക്ഷിക്കണം. സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ നല്ല ഹൃദയമുള്ളവർ. നമ്മളും നല്ല ഹൃദയക്കാരാണ്. ഇന്നത്തെ കാലത്ത് നല്ല സുഹൃത്തുക്കളെ കിട്ടാൻ പ്രയാസമാണ് കേട്ടോ. അതുകൊണ്ട് നല്ല സുഹൃത്തുക്കളായി തിരഞ്ഞെടുക്കുക. അവനവനും നല്ല ഹൃദയക്കാരായിരിക്കണം. പിന്നെ എല്ലാവരെയും സ്നേഹിക്കാനും സഹായിക്കാനുള്ള മനസ്സ് എൻ്റെ മക്കൾക്ക് ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. അതാ എൻ്റെ മക്കൾക്ക് ഇഷ്ടമായ? ഇഷ്ടായി. ആ, ഞാൻ നാളെ കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കും. നല്ലത്. ആയിക്കോ. താങ്ക് യു മുത്തശ്ശ. താങ്ക് യു മുത്തശ്ശ. ഇനി ഇതുപോലെ കഥ പറഞ്ഞു തരണേ. ഇനി നാളെ പറഞ്ഞു തരാം. പോരെ? സന്തോഷായോ? ചിരിച്ചേ? ആ